ഇന്ന് രണ്ട് സെലിബ്രിറ്റി വാചകങ്ങൾ കേട്ടു നമ്മുടെ ഇന്ത്യയിൽ. ഒന്ന് മലയാളത്തിലും ഒന്ന് തെലുങ്കിലും ആന്ധ്രയിലുമായിരുന്നെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ട് മനോഹരമായ വാക്കുകൾ. രണ്ടുപേരെയും ED അന്വേഷിക്കില്ലെന്ന് വിചാരിക്കാം, നോട്ടീസ് വരില്ലെന്ന് വിചാരിക്കാം, ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഒന്ന് പറഞ്ഞത് നമ്മുടെ കൺമുന്നിലൂടെ ബാലതാരമായി വളർന്ന് ഇന്ന് സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മീനാക്ഷി എന്ന് പറയുന്ന സിനിമാ നടിയാണ്, അല്ലെങ്കിൽ ആക്ട്രസ്സാണ്. അവർ ഈ സമൂഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മൾ ഈ പഴയ പാഠപുസ്തകങ്ങളിലെല്ലാം പഠിക്കുന്നതാണ്, ദളിതരെക്കുറിച്ച് പറയുമ്പോൾ അൺടച്ചബിൾസ്, ഒട്ടുകൂടാത്തവർ എന്ന് അതിൻ്റെ ശ്രേണികളെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അത് നീക്കം ചെയ്ത് ദൂരേക്കെറിയണമെന്നാണ് മീനാക്ഷി ആവശ്യപ്പെട്ടത്. അത് എത്രയോ കാലങ്ങളായി നമ്മൾ പഠിക്കുന്നതാണ്. ഇവരെ അൺടച്ചബിൾസ് എന്ന് വിളിക്കുമ്പോഴും മീനാക്ഷി ചോദിക്കുന്നത് പോലെ ഇവർ എങ്ങനെയാണ് അൺടച്ചബിൾ ആയത്, ആരാണ് ഇവരെ അൺടച്ചബിൾ ആക്കിയത്, അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. എല്ലാവർക്കും മൗനമാണ്. ആ അൺടച്ചബിലിറ്റിയുടെ ശ്രേണിയിൽ തന്നെ നിൽക്കണം. അത് അന്നത്തെ കാലത്തെ ആളുകളെ മുതൽ ഇന്നത്തെ കാലത്തെ വേടനെപ്പോലും കാണുന്നവർക്ക് ആ ചൊറിച്ചിലുണ്ടാകുന്ന ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതാണ് മീനാക്ഷി വളരെ മനോഹരമായി ചോദിച്ചത്. ഞാൻ ഈ പുലയർ മഹാസഭ അതുപോലെയുള്ള സംഘടനകളുടെയൊക്കെ യോഗത്തിൽ പറയാറുണ്ട്, നിങ്ങൾ ഇനിയും കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബര വാർഷികാഘോഷം, തെരുവിലൂടെ നടക്കാൻ അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം, പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം, ഇതൊന്നുമല്ല ആഘോഷിക്കേണ്ടത്. ആ കാലത്ത് നിന്ന് പുതിയ ശബ്ദങ്ങൾ, പുതിയ ആവശ്യങ്ങൾ നിങ്ങളെ തിരസ്കരിക്കുന്നവർക്കെതിരെ ഉയർത്താൻ കഴിയണം. നിങ്ങളുടെ സംവരണമടക്കമുള്ള വിഷയങ്ങൾ അതൊന്നും ജാതി അടിസ്ഥാനത്തിൽ നൽകരുത് എന്ന് പറഞ്ഞ്, ഫോർവേഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ് സവിശേഷമായി സംവരണം ഉണ്ടാക്കി OBCയേക്കാൾ കൂടുതൽ സംവരണം നേടിയെടുക്കുന്ന ഒരു പുതിയ കാലത്തിൻ്റെ നിർമ്മിതിയിൽ നിങ്ങൾ ഈ അൺടച്ചബിളിൻ്റെ കഥയിൽ കുരുങ്ങിക്കിടക്കേണ്ടവരല്ല. അതാണ് മീനാക്ഷി എന്ന് പറയുന്ന ആ പുതിയ കാലത്തിൻ്റെ ആക്ട്രസ് പറഞ്ഞത്. അവർക്ക് ഭയമുണ്ടാവില്ല, ചിലപ്പോൾ മടിയിൽ ഭാരമില്ലാത്തതുകൊണ്ട്. ഏതായാലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാം. രണ്ടാമത്തേത് ആന്ധ്രാപ്രദേശിൽ വെച്ച് നമ്മുടെ ലോകസുന്ദരി പട്ടം കിട്ടിയ അഭിഷേക് ബച്ചൻ്റെ ഭാര്യ ഐശ്വര്യ റായിയാണ് ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, അത് ഭയങ്കര വൈറലായി. അത് വൈറലാകാൻ കാരണം ആ വേദിയിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ചാനലുകൾ മുഴുവൻ ആ സ്പീച്ച് വൈറലാക്കിയതിൻ്റെ കാരണം എന്തായിരിക്കും? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അവർ പറഞ്ഞതെന്താ? ദേ ഇത്രയേ ഉള്ളൂ, കേൾക്കാം. There is only one caste. ഒരു മതമേ ഉള്ളൂ, ഒരു ജാതിയേ ഉള്ളൂ. The caste of humanity. അത് മനുഷ്യത്വം എന്ന ജാതിയാണ്. There is only one religion. The religion of love. ഒരു മതമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ മതമാണ്. One language. The language of the heart. ഒരു ഭാഷയേ ഉള്ളൂ നമുക്ക്, അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. And there is only one God, and He is omnipresent. Sai Ram, Jai Hind. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം എല്ലാത്തിലുമുണ്ട്, ഈ പ്രപഞ്ചത്തിലാകെയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഐശ്വര്യ റായ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അതായത് ഒരു ജാതി അത് മനുഷ്യത്വത്തിൻ്റെ ജാതിയാണ്, ഒരു മതം അത് സ്നേഹത്തിൻ്റെ മതമാണ്, ഒരു ഭാഷ അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, ഒരു ദൈവം, ആ ദൈവം സർവ്വവ്യാപിയാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, തൂണിലും തുരുമ്പിലും ഉള്ളവനാണ്. ഈ വാക്കുകൾക്ക് ഇന്ന് ഇന്ത്യയിൽ വലിയ പ്രസക്തിയുണ്ട്, മനുഷ്യ മനസ്സുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും ഇന്നത്തെ ദിവസം പറഞ്ഞ ഈ രണ്ട് വാചകങ്ങളും ഈ രണ്ട് ആശയങ്ങളും വർത്തമാനകാല ഇന്ത്യ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന വാക്കുകളാണ്.